IPL ഒത്തുകളി കേസിൽ കുറ്റവിമുക്തനായതോടെ ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് ഭാവി എന്ത് എന്നതാണ് പ്രധാന ചോദ്യം. BCCIയുടെ വിലക്ക് നീങ്ങിയാൽ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താമെങ്കിലും പ്രായമാണ് ശ്രീശാന്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. കളങ്കത്തിന്റെ കാർമേഘം നീങ്ങി കളിക്കളത്തിലെ ആരവങ്ങളിലേക്ക് ശ്രീശാന്ത് മടങ്ങിയെത്തുകയാണ്. കുറ്റവിമുക്തനായതോടെ BCCI ഏറെ വൈകാതെ ആജീവനാന്ത വിലക്ക് പിൻവലിക്കും. പിന്നീട് ആഭ്യന്തര ടൂർണമെന്റുകൾ മുതൽ കളിച്ചു തുടങ്ങാം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഗ്രസീവ് ബോളർക്ക്. BCCIയുടെ വർക്കിംഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ വിലക്ക് നീങ്ങാൻ വർക്കിംഗ് കമ്മിറ്റി തന്നെ ചേരണമെന്നാണ് നിബന്ധനയെങ്കിൽ അടുത്ത യോഗം വരെ ശ്രീശാന്തിന് കാത്തിരിക്കേണ്ടി വരും. അടിയന്തരമായി ഇടപെടണമെന്ന് KCA ആവശ്യപ്പെടുമെന്നാണ് പ്രസിഡന്റ് TC മാത്യുവിന്റെ വാക്കുകൾ. തീർച്ചയായിട്ടും നാളെ തന്നെ KCAയുടെ ഭാഗത്തുനിന്ന് BCCI പ്രസിഡന്റിനും സെക്രട്ടറിക്കും അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ബാൻ ലിഫ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ കത്തയക്കുന്നതാണ്. ഓഗസ്റ്റ് അവസാനമാണ് വർക്കിംഗ് കമ്മിറ്റി ചേരുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഓഗസ്റ്റ് അവസാനം വരെ ഇതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിലാണ് ഇനി KCAയുടെ ശ്രദ്ധ. ആഭ്യന്തര മത്സരത്തിൽ നിന്നും കളിച്ചു തുടങ്ങണം ശ്രീശാന്തിന്. ജില്ലാതലവും സംസ്ഥാന ടീമും കടന്നു വേണം സൗത്ത് സോണും ഇന്ത്യയും വഴി രാജ്യാന്തര ടീമിലേക്ക് മടങ്ങിയെത്താൻ. ഈ കേസ് കൊണ്ട് വലിയ ദോഷം നേരിട്ട N ശ്രീനിവാസന്റെ കരങ്ങളിൽ നിന്നും BCCI വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നതും മലയാളി താരത്തിന് ഗുണകരമാകും. അപ്പോഴും 1983 ജനിച്ച 32.5 വയസ്സുള്ള ശ്രീശാന്തിന് പഴയ വേഗതയിൽ അതേ മൂർച്ചയോടെ പന്തെറിയാനാകുമോ എന്ന് കാലം തന്നെ തെളിയിക്കും. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.